നമ്മുടെയൊക്കെ നാട്ടിൽ പൊതുവെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വന്നു കഴിയുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ വന്നിട്ട് പറയുന്നത്, ഡോക്ടറെ നമ്മുടെ കൈയുടെ ഭാഗത്ത്, അതായത് നമ്മുടെ ജോയിൻറ്റുകളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള വേദനയാണ്, നമ്മുടെ കാലിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് മസിൽ പിടിക്കുന്നുണ്ട്, രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ഉറക്കം ഒട്ടും കിട്ടുന്നില്ല മുതലായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയും. അപ്പോൾ നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ കില്ലർ വാങ്ങിയിടുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ നമ്മൾ കാലിൽ വാങ്ങി ഉപയോഗിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് വാങ്ങിയിട്ട് കാലിൽ തേക്കുക മുതലായിട്ടുള്ള ജനറലി ഉള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എത്ര പേര് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ശരീരത്തിൻ്റെ അകത്ത് യൂറിക് ആസിഡിൻ്റെ കൂടുതൽ കൊണ്ടാണോ നമുക്ക് ഈ ചെറുവിരലുകളിലും ജോയിൻറ്റുകളിലും ഒക്കെ വേദന വരുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തേയ്മാനം കൊണ്ടാണോ ഈ പ്രശ്നം വരുന്നത് എന്നുള്ളത് എത്ര പേര് ചിന്തിക്കാറുണ്ട്. നമുക്ക് ഡിസ്കിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊലാപ്സോ കാര്യങ്ങളോ കൊണ്ടാണോ വേദന വരുന്നതെന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ജോയിൻറ്റിൻ്റെ അകത്ത് അത്യാവശ്യം വേദനയും പ്രശ്നങ്ങളൊക്കെ വരും. കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ശരീരത്തിൽ എപ്പോഴും നിൽക്കുന്നത് പോലെ കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള ശരീരവേദനകൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ പാരസെറ്റാമോളോ ഡോളോയോ എടുത്ത് കഴിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ്.